ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന പ്രശസ്ത ഓർത്തോപെഡീഷ്യനായ ജിമ്മി ML ആണ്. അദ്ദേഹം ഇപ്പോൾ ഈരാറ്റുപേട്ട PMC ഹോസ്പിറ്റലും മല്ലപ്പള്ളി GMM ഹോസ്പിറ്റലിലെയും ഓർത്തോപെഡീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് എമർജൻസി മെഡിസിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എപ്പോഴും ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ABC എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്. എന്താണ് A, എന്താണ് B, എന്താണ് C? അപകടമുണ്ടായാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുടെ ജീവൻ അപകടത്തിലാവാം. അപ്പോൾ അവർക്ക് നാം ജീവൻ രക്ഷിക്കാനും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുമായി ചില പ്രഥമ ശുശ്രൂഷകൾ ചെയ്യേണ്ടതാണ്. അതൊരു പ്രത്യേക ക്രമത്തിൽ വേണം ചെയ്യാനായിട്ട്. നാം 2-3 മിനിറ്റ് ശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. 4-5 മിനിറ്റ് ഹൃദയം പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമുക്ക് ജീവൻ നഷ്ടപ്പെടാം. അതുപോലെ മുറിവുകൾ വെച്ച് കെട്ടണം, ഒടിഞ്ഞ ഭാഗങ്ങളിൽ വെച്ച് കെട്ടി അതിനെ അനക്കാതെ വെക്കണം, അവരെ അപകട സ്ഥലത്തു നിന്നും ആംബുലൻസിലേക്ക് കയറ്റണം. അങ്ങനെ പല കാര്യങ്ങളും അവിടുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. പക്ഷേ മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ മുൻപ് ചെയ്യണം. അതായത് ശ്വസിക്കാത്ത ആൾക്ക് ഒടിവ് വെച്ച് കെട്ടിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, അതായത് ABC. എയർവേ എന്ന് പറഞ്ഞാൽ ശ്വാസനാളം, ബ്രീത്തിങ് എന്നാൽ ശ്വാസോച്ഛ്വാസം, സർക്കുലേഷൻ എന്നാൽ ഹൃദയവും രക്തക്കുഴലുമായി ബന്ധപ്പെട്ടുള്ള രക്തചംക്രമണം. ഒരാൾ ശ്വസിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ അയാളുടെ മൂക്കിന് മുകളിൽ വിരൽ വെച്ച് നോക്കണം. അപ്പോൾ ശ്വാസത്തിൻ്റെ ചൂട് കയ്യിലടിക്കുന്നുണ്ടോ, അതിൻ്റെ പ്രഷർ കയ്യിൽ വരുന്നുണ്ടോ എന്നെല്ലാം നമുക്കറിയാൻ കഴിയും. ഇതെല്ലാം ഇല്ലെങ്കിൽ അയാളുടെ മൂക്കിലൂടെ ശ്വാസം വരുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ നമുക്ക് ചെവി മൂക്കിനോട് ചേർത്ത് പിടിച്ച് ശ്വാസത്തിൻ്റെ ശബ്ദവും ശ്രവിക്കാവുന്നതാണ്. ബ്രീത്തിങ് കറക്റ്റാണോ എന്നുള്ളത് നമ്മുടെ നെഞ്ചല് പൊങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചരിഞ്ഞിങ്ങനെ നോക്കുക. അതിനു പുറമെ നമ്മുടെ കൈപ്പത്തികൾ ചേർത്ത് വെച്ചാൽ ഒരാൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈപ്പത്തികൾ അകലും. ഇങ്ങനെ വെച്ച് നോക്കാം. മൂന്നാമത്തെ മാർഗം, നമ്മുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചും നമുക്ക് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം ശ്രവിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഹൃദയമിടിപ്പുണ്ടോ എന്ന് നോക്കണം. അതിനെന്താ മാർഗം? ഹൃദയമിടിപ്പ് ഉണ്ടോയെന്ന് സാധാരണ ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ നോക്കുന്നത് റേഡിയൽ പൾസ് നോക്കിയാണ്. കയ്യില. അതെ. ഹൃദയമിടിക്കുമ്പോൾ അമിത വേഗത്തിൽ രക്തക്കുഴലിലൂടെ പോകുമ്പോൾ രക്തക്കുഴലുകൾ വളരെ ഇലാസ്റ്റിക് അഥവാ വികസിക്കുന്ന തരമായതുകൊണ്ട് രക്തക്കുഴൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ഇതാണ് പൾസായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതാണ് കൈക്കുഴ. ഇതിനും തൊട്ടു താഴെ തള്ളവിരലിന് താഴെയായി 3 വിരലുകൾ മുൻവശത്ത് വെച്ച് തള്ളവിരൽ പിന്നിൽ വെച്ച് അമർത്തുമ്പോൾ ഈ 3 വിരലുകൾ പൊങ്ങുന്നതായി കാണാം. സാധാരണ ഹൃദയം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഇടിക്കുന്നത്. അതുകൊണ്ട് 72 പ്രാവശ്യം ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യും. പക്ഷേ ശരീരത്തിലെ 40% രക്തം നഷ്ടപ്പെട്ടാൽ നമുക്ക് റേഡിയൽ പൾസ് കിട്ടില്ല. അതുകൊണ്ട് അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് എപ്പോഴും നാം കരോട്ടിഡ് പൾസാണ് നോക്കേണ്ടത്. തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാന രക്തധമനിയാണ് കരോട്ടിഡ് ആർട്ടറി. ഇതിൻ്റെ പൾസാണ് കരോട്ടിഡ് പൾസ്. അതിനായി രോഗിയെ കിടത്തി കഴുത്തിൻ്റെ മുകൾ ഭാഗത്ത് ചെവിക്ക് തൊട്ട് താഴെയായി നമ്മുടെ മുളച്ചു നിൽക്കുന്ന മസിലുണ്ട്, സ്റ്റെർണോക്ലിഡോമാസ്റ്റോയിഡ് മസിൽ എന്ന് പറയും. അതിന് ഉൾഭാഗത്തായി അമർത്തുക. അപ്പോൾ 3 വിരലുകൾ ഉയരുന്നതായി കാണും. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗം, 3 വിരലുകൾ നടുക്കിൽ വയ്ക്കുക, കഴുത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നടുക്കിൽ വയ്ക്കുക. അതിനുശേഷം താഴത്തുള്ള ഗ്രൂവ്, അതായത് കുഴി പോലത്തെ ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യുക അഥവാ നീക്കുക. അപ്പോൾ കരോട്ടിഡ് ആർട്ടറിയുടെ മുകളിലായി 3 വിരലുകൾ വരും. അതിനുശേഷം ഈ പൾസ് നോക്കുക. ഈ പൾസും ഇല്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അഥവാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മതിയായ അളവിൽ ഇടിച്ച് രക്തക്കുഴലിലൂടെ പോയി ശരീരകോശങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്നില്ല എന്നർത്ഥം.